2025 ജൂലൈയിൽ ഞങ്ങൾ പോയൊരു യാത്ര. മഴയായിരുന്നു ആദ്യം മുതലേ ഈ യാത്രയിൽ ഞങ്ങളുടെ കൂട്ടം. ചെങ്ങന്നൂരിൽ നിന്ന് തുടങ്ങിയ ഈ യാത്രയുടെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ചിറാപുഞ്ചി ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന അഗുംബയാണ്. മൺസൂണിനെ അതിൻ്റെ എല്ലാ മനോഹാരിതയിലും അനുഭവിക്കാം എന്നുള്ളതാണ് അഗുംബയുടെ ഒരു പ്രത്യേകത. അതുമാത്രമല്ല, രാജവെമ്പാലകളുടെ നാടെന്നുമാണ് അഗുംബ അറിയപ്പെടുന്നത്. ഹലോ ഗായ്സ്, നമ്മുടെ നെക്സ്റ്റ് ട്രിപ്പ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ അഗുംബയിലേക്കാണ്. വിഷ്ണു ചേട്ടാ, അഗുംബയെ കാണാൻ എക്സൈറ്റഡ് ആണോ? ഉറപ്പായിട്ടും. എല്ലാവർക്കും അഗുംബ കേൾക്കുമ്പോൾ പെട്ടെന്ന് അതെന്ത് സ്ഥലം എന്നൊരു തോന്നല് കാണും. പറഞ്ഞു കൊടുക്കൂല. നമ്മള് ട്രിപ്പ് പോകുന്നു പറഞ്ഞ എല്ലാവരുടെ എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അഗുംബെന്നാ പറഞ്ഞത്. പലർക്കും ഈ സ്ഥലം കേട്ടിട്ട് പോലുമില്ല. ശരിക്കും അഗുംബെ ചിറാപുഞ്ചി ഓഫ് സൗത്ത് എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. കർണാടകയിലാണ്. ഒരു ബ്യൂട്ടിഫുൾ വില്ലേജ് ആണെന്നാണ് കേട്ടത്. നമുക്ക് ഡീറ്റെയിൽസ് പോകുന്ന വഴി മനസ്സിലാക്കാം. സോ വി ആർ ഓൺ ദ വേ. ഞങ്ങൾ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഇപ്പോൾ മംഗളൂരു ജംഗ്ഷനിലേക്കുള്ള ട്രെയിനിലാണ്. സോ എക്സൈറ്റഡ് അല്ലേ? കാണാം. നമ്മളെപ്പോൾ ട്രിപ്പ് പോയാലും സംഭവിക്കുന്ന കാര്യമാണ്, ആദ്യം ഐശ്വര്യമായിട്ട് അമ്പലത്തിൽ തുടങ്ങും. അത് നമ്മൾ അറിഞ്ഞുകൂടെങ്കിലും അതങ്ങനെ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്നത് 1000 പില്ലർ ടെമ്പിളാണ്. സോ പോയി കാണാം. മൂടാദ്രി. ഇത് പ്രോപ്പർ അഗുംബയല്ല. അഗുംബ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 2 hours റൈഡുണ്ട് അഗുംബയിലേക്ക്. സോ പോകുന്ന വഴിയാണ്. 3 ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് ക്ഷേത്രമാണ്. എനിക്ക് മുമ്പേ ഇട്ട് ഓടിപ്പോവാണ്. അപ്പം ശരി, നമുക്ക് കാണാം. നേപ്പാളി വാസ്തുവിദ്യ പ്രകാരം 1430 വിജയനഗര രാജാവായിരുന്ന ദേവരാജ ഉടയവറാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്. മൂഡബിദ്രിയിലെ 18 ജൈനക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യം ഈ ക്ഷേത്രത്തിനാണ്. ത്രിഭുവൻ തിലക് ചൂടാമണി എന്നു പേരുള്ള ഈ ക്ഷേത്രം സാവിര കമ്പത ബസഡി എന്നാണ് കന്നഡയിൽ അറിയപ്പെടുന്നത്. അതായത് 1000 തൂണുകളുള്ള ക്ഷേത്രം. ജൈനമതത്തിലെ 8ാമത്തെ തീർത്ഥങ്കരനായ ചന്ദ്രപ്രഭയാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത്. വിജയനഗര ശൈലിയിൽ നിർമ്മിച്ച കൊത്തുപണികളുള്ള തൂണുകളാൽ താങ്ങി നിർത്തപ്പെടുന്ന 7 മണ്ഡപങ്ങളുണ്ട് ഈ ക്ഷേത്രത്തിൽ. മുകളിലെ 2 നില മരത്തിലും താഴത്തെ നില കല്ലുകളാൽ കൊത്തിയതുമാണ്. നമ്മുടെ അടുത്ത ലൊക്കേഷൻ കർണാടകയിലെ കാർക്കാല ഹിൽസിലേക്കാണ്. 1432
വീരപാണ്ഡ്യ ഭൈരരാസ ഉടയോറാണ് ഈ ഗോമതേശ്വര പ്രതിമ നിർമ്മിക്കുന്നത്. കൽക്കുട എന്നറിയപ്പെടുന്ന മഹാശില്പിയുടെ കൊത്തുകളിൽ വിടർന്ന ഈ പ്രതിമ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ബാഹുബലി ശില്പമാണ്. ഏറ്റവും വലിയ ശില്പം ശ്രാവണബലഗോളയിലും ഗോമതേശ്വര ശില്പം കാർക്കാല ഹിൽസിൻ്റെ മുകളിലുമാണ്. മുകളിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് സൂപ്പർ വ്യൂ ആണ്. നല്ല മഴക്കാറും ഒക്കെ ഉണ്ട്. എപ്പോൾ വേണോ നല്ലൊരു മഴ പെയ്യാം. നല്ല തണുത്ത കാറ്റും നല്ലൊരു അന്തരീക്ഷമാണ്. നമുക്ക് കണ്ടിട്ട് വരാം അകത്ത്. ഓരോ 12 വർഷം കൂടുമ്പോഴും 1008 കലശങ്ങളിൽ മഹാമസ്താഭിഷേകം ഇവിടെ നടക്കാറുണ്ട്. ആയിരങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്താറുമുണ്ട്. നമ്മളിപ്പോൾ വാറാങ്ക ലേക്ക് ജോയിൻ ടെമ്പിളിൻ്റെ അവിടെയാണ്. ഇതൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാടത്തിൻ്റെ അടുത്താണ് ഈ ക്ഷേത്രം. ഒരു നദിയുണ്ട്, അത് കുറുകെ കടന്ന് വേണം നമുക്ക്, കുറുകെയല്ല ശരിക്കും നടുക്കാണ് ടെമ്പിൾ വരുന്നത്. പക്ഷേ ഇന്ന് ഓറഞ്ച് അലേർട്ട് കാരണം ഒരു വഞ്ചിയൊന്നും ടെമ്പിളിലോട്ട് പോകാൻ എടുക്കത്തില്ല. വേറെ മീൻസ് ഒന്നും ഇല്ല നമുക്ക് അങ്ങ് എത്താൻ വേണ്ടിയിട്ട്. ഏതോ ഡാമൊക്കെ തുറന്ന് വിട്ടു എന്ന് പറയുന്നുണ്ട്. സോ നമുക്കിന്ന് കയറാൻ പറ്റത്തില്ല. ഇന്നെടുക്ക് കാണാൻ പറ്റാത്ത നിരാശയുണ്ട്. എന്നാലും ഇവിടെ നിന്ന് പറ്റുന്ന പോലെയൊക്കെ ആസ്വദിച്ചിട്ട് പോവാം. നല്ല സ്ഥലമല്ലേ? ബാക്കിൽ പാടം, ഫ്രണ്ടിൽ ആ ഒരു നദി, തടാകമാണല്ലേ? തടാകത്തിന് നടുക്കാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിന്റെ പുറകിൽ ഡാം ഉണ്ടെന്ന് പറയുന്നു. ആ ഡാമിൽ നിന്നുള്ള വെള്ളം തുറന്നു വിടുന്നതുകൊണ്ട് ഏത് നിമിഷവും വെള്ളം പെട്ടെന്ന് ഉയരാം എന്നുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇന്ന് ബോട്ടിങ് അനുവദിക്കാത്തതെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഇവിടെ നിന്ന് ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് തിരിച്ചു പോവാം. തിരിച്ചല്ല നമ്മൾ പോകുന്നത് അകുംബയിലേക്ക് പോവാം. ഉടുപ്പിയിൽ നിന്നും 37 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേര ബസഡി അഥവാ ലേക്ക് ടെമ്പിൾ വാറാങ്കയിലെ ഒരു ആർക്കിടെക്ചർ മാർവൽ തന്നെയാണ്. 14 ഏക്കർ റിസർവോയറിൻ്റെ ഒത്ത നടുക്കുള്ള ഈ ക്ഷേത്രം 12-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതാണ്. നമ്മുടെ സങ്കടം കണ്ടിട്ടായിരിക്കാം അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മളിത് കയറാൻ പോവുകയാണ് വഞ്ചിയിലോട്ട്. ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും. വിഷ്ണു ചേട്ടനായിരുന്നു ഏറ്റവും സങ്കടം. ഒരു 100 മീറ്റർ ബോട്ട് റൈഡ് വഴി മാത്രം എത്താൻ സാധിക്കുന്ന ഈ ക്ഷേത്രത്തിൽ രാവിലെ 8:30 മുതൽ 10 വരെയും വൈകുന്നേരം 3 മുതൽ 6 വരെയും ദർശനമുണ്ട്. നക്ഷത്ര ആകൃതിയാണ് ഈ ക്ഷേത്രത്തിന്. ദേവി പത്മാവതിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ദേവിയെ കൂടാതെ അനന്തനാഥൻ, ശാന്തിനാഥ തീർത്ഥങ്കരകൾ ഇവരെയും ഇവിടെ ആരാധിക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ അകുംബയിലേക്ക് യാത്ര തിരിക്കുന്നത്. കർണാടകയുടെ സ്വന്തം ഷിമോഗ ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമം. ഒരു വർഷം 11,000 മില്ലിമീറ്ററോളം മഴ ലഭിക്കുന്ന ഇവിടം ദക്ഷിണേന്ത്യയുടെ സ്വന്തം ചിറാപുഞ്ചിയാണ്.